എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളിൽ ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന ഒരു കിടിലൻ സൂത്രവുമായിട്ടാണ്. എന്താണെന്നല്ലേ, സാധാരണ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അപ്രതീക്ഷിതമായി വന്നാൽ നമ്മളെ മിക്കുള്ളവരും അവർക്ക് കുടിക്കാൻ കൊടുക്കാറ് ടാങ്ക് അല്ലെങ്കിൽ രസ്ന കലക്കിയതാണ്. ഇനി മുതൽ അതൊന്ന് വെറൈറ്റി ആയി ട്രൈ ചെയ്ത് നോക്കിയാലോ? കടയിൽ നിന്നും വാങ്ങിക്കുന്ന ജ്യൂസിനേക്കാളിലും ഒരു അടിപൊളി ഡ്രിങ്ക്. കുടിച്ചു കഴിയുമ്പോൾ ടാങ്ക് അല്ലെങ്കിൽ രസ്ന കലക്കിയതാണെന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കത്തില്ല. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ടാങ്കിൻ്റെ മാംഗോ ഫ്ലേവറാണ്. എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് എത്ര ആൾക്കാർക്കാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അത്രയും പ്ലസ് അതിൻ്റെ പകുതിയാണ്. ഉദാഹരണത്തിന് 3 പേർക്കുള്ള ജ്യൂസാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ 3 സ്പൂൺ, അതിൻ്റെ പകുതി 1.5 സ്പൂൺ, ടോട്ടൽ 4.5 സ്പൂൺ ടാങ്ക് അല്ലെങ്കിൽ രസ്ന പൗഡർ മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അത്രയും തന്നെ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. ഈ ഒരളവിൽ ചെയ്തു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു മധുരമായിരിക്കും കിട്ടുക. ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് വേണ്ടിയുള്ളതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. 1.5 സ്പൂൺ ടാങ്ക് പൗഡർ, അതുപോലെ 1.5 സ്പൂൺ പഞ്ചസാര. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്മൂത്തി കൺസിസ്റ്റൻസിയിൽ ഈ ജ്യൂസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റൂ. ഐസ് ക്യൂബ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളവും യൂസ് ചെയ്യാം. ഞാനിവിടെ 3 ഐസ് ക്യൂബ്സാണ് ഇടുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിടാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളിട്ട ഐസ് ക്യൂബ്സ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത്രയും സിമ്പിൾ സ്റ്റെപ്പിലൂടെ തന്നെ സൂപ്പർ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം വിരുന്നുകാർക്ക് കൊടുക്കാം. ജ്യൂസിൻ്റെ റെസിപ്പി ചോദിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ മറ്റെന്തെങ്കിലും വെറൈറ്റി ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കമൻറ്റിൽ കൂടി അറിയിക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.